ഹലോ ഫ്രണ്ട്സ്, ഓണമൊക്കെയല്ലേ വരുന്നത്. ഓണ സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ? ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാനുള്ളവർ വന്നോളി. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് 2-3 ഏലക്ക എടുത്തിട്ട് പകുതിയാക്കിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി വേണ്ടത് അണ്ടി നുറുക്കാണ് കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ സൈസാണ് അണ്ടി നുറുക്ക് എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കുറച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3/4 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കപ്പിൽ 3/4 കപ്പ് സേമിയയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പോളം പഞ്ചസാര കേട്ടോ, ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് തിള വരുമ്പോൾ നല്ല മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടി മേലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടി നുറുക്കും കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. കാഷ്യൂനട്ടിൻ്റെ ചെറിയ പീസാണ് ഈ അണ്ടി നുറുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പം ഓണമൊക്കെയല്ലേ വരുന്നത്, ഓണത്തിനൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് അണ്ടി നുറുക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. കൂടെ നല്ല ചെറുപഴവും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ. അപ്പോൾ നിങ്ങൾ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.